നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ പതുക്കെ കഴിക്കേ. ശബരിയേട്ട വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ആ, എന്താ ശബരിയേട്ട, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ആ, ഒരുവിധം എല്ലാം റെഡിയാക്കി. രഘുവേട്ടൻ ദാസങ്ങളുടെ വീട്ടിലേക്ക് പോയോ ശബരി? ഇല്ല ചേച്ചി, അവർ രണ്ടുപേരും കൂടി പഞ്ചരത്നത്തിലേക്ക് പോയി. ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു തരും. ശബരിയേട്ട, ഞാനേ കൈ കഴുകിയിട്ട് വരാം. നാളെ അച്ഛനും അനുചേച്ചിയും കൂടി പഞ്ചരത്നത്തിൽ നിന്ന് ഇത്രയും ദൂരം വരുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് തോന്നി. അതുകൊണ്ട് ദാസങ്ങളും രഘുവേട്ടനായിരിക്കും അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അതെന്തായാലും നന്നായി. ഏതെങ്കിലും രീതിയില് സുശീല ഇത് അറിയാനിടയായാലേ അവൾ എന്തെങ്കിലും ഒരു കോനഷ്ടം ഒപ്പിക്കും. അത് ശരിയാ. അച്ഛൻ ബാങ്കിൽ നിന്ന് വരുമ്പം ബാഗ് തട്ടിപ്പറിക്കാൻ കൊട്ടേഷൻ കൊടുത്ത കക്ഷിയാ. ദാസങ്ങളും രഘുവേട്ടനും കൂടെ ഉണ്ടെങ്കിൽ മുഹൂർത്തത്തിന് മുമ്പ് അച്ഛനും അനുശേഷിങ്ങ എത്തുന്നുള്ള കാര്യം ഉറപ്പിക്കാം. ശബരി അങ്ങോട്ടിരിക്കും. അവര് പഞ്ചരത്നത്തിൽ പോകുമ്പോ ശബരിയുടെ കൂടെ പോവായിരുന്നില്ലേ? ഇതുവരെ എല്ലാം ചെയ്തിട്ട് അതിന്ന് മാത്രം എന്തിനാ ഒഴിഞ്ഞു നിന്നത്? നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ? നമുക്ക് വീട്ടിൽ പോയാലല്ലേ നാളെ കല്യാണത്തിന് റെഡി ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശബരിട്ടൻ എല്ലാ കാര്യത്തിലും ഓടി നടക്കാനേ അറിയും, അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ അറിയില്ല. എന്റെ ദയ, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? അല്ല, ശബരി പഞ്ചരത്നത്തിൽ പോവാത്തത് കൊണ്ട് അവന്റെ എന്ത് ക്രെഡിറ്റാ പോയത്? അത്രയും ദൂരം രാത്രി വണ്ടി ഓടിച്ചു പോയിട്ട് രഘുവേട്ടനും ദാസങ്ങളിലും കൂടുതലായിട്ട് എന്ത് ക്രെഡിറ്റാ കിട്ടാൻ പോന്നേ? എന്റെ ദയേ, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നേ?